ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബർത്ത്ഡേ വീഡിയോ അല്ല കേട്ടോ. ഇതെങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്തത് എന്നുള്ള വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ് ഒന്ന് തുടങ്ങാം. ഉണ്ണിക്ക് ഏതാ ഇഷ്ടമായി? ബട്ട് അത് നോർമൽ ഡ്രസ് അല്ലേ? ഓക്കെ, ഇതൊക്കെ ചന്തണ്ട്, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ചന്തണ്ട് ഉണ്ണി. ഇതെങ്ങനെയുണ്ട് ഉണ്ണിക്ക്? ഏത് കളറാന്ന് പറ. ആണോ? ഇതാണോ? ഇത് നല്ല ഭംഗിയുണ്ട്. ഓക്കേ, ബർത്ത്ഡേക്ക് ഇടാൻ പറ്റിയതാ. ഒരാള് ഇവിടെ ചെക്ക് ചെയ്തോണ്ടിരിക്കണം അല്ലേ? അത് വലിയ കുട്ടികൾക്കുള്ളതാണ്, ഉണ്ണിക്കുള്ളതല്ല. സെലക്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്യ എല്ലാടും. ഇവിടെ കുറച്ച് ഡ്രസ്സുണ്ട്, നോക്കാം. അവൾക്ക് ഇങ്ങനത്തെ കുറേ നെറ്റിൻ്റെ ഡ്രസ്സുണ്ട്, പക്ഷെ അവൾ അതൊന്നും പിന്നീട് ഇടുന്നില്ല. ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അവൾ പിന്നീട് ഇടല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ നോക്കുന്നത്. മേഴ്കുട്ടി എന്തോ കണ്ടുവച്ചു എന്നാ പറഞ്ഞത്, നോക്കട്ടെ. എവിടെ? നോ ഉണ്ണി, ഭംഗിയില്ല കേട്ടോ, അത് വലുതാണ്. ഉണ്ണി ഇതത്തെ സെലക്ട് ചെയ്യും. അമ്മ കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉണ്ണി അതൊന്ന് നോക്കി സെലക്ട് ചെയ്യും. ഇവിടെ ഒന്നുണ്ട്, ഞാൻ മേക്ക് ഇടാൻ കൂടി സുഖത്തിനുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാ ഏട്ടന് ഇഷ്ടമായി? എനിക്ക് ഇത് ഇഷ്ടമായി, ഇത് ഭയങ്കര ഇഷ്ടമായി, ഈ ബ്ലൂ. അതാ ഇഷ്ടമായി. ഉണ്ണി കളർഫുൾ ആവണം ഉണ്ണി ബർത്ത്ഡേക്ക്. എവിടെ നിന്നൊക്കെ പിങ്ക് കിട്ടുന്നോ അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ഒരാള്. അത് ഉണ്ണിയുടെ അരയിൽ എവിടെയാടാ നിക്ക? 5 ഓ 5 ഒക്കെ നോക്കിട്ടാ വരുന്നത്. സൈസ് 5. അവസാനം ഞങ്ങൾ ആ വൈറ്റ് ഡ്രസ്സും ബ്ലൂ ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട്. ആൾക്ക് അത്രയ്ക്ക് സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഇതാ കൂട്ടത്തിൽ ഒരു ലോലിപോപ്പിൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോൾഡിനുള്ള ലോലിപോപ്പാണ് കേട്ടോ, അതുകൊണ്ട് വാങ്ങിയതാണ്. മെഴുക്കുട്ടിയുടെ കഫ് സിറപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വാങ്ങാനുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ആ കഫ് സിറപ്പാണ് വാങ്ങാറ്. കുറച്ചും കൂടി എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് അത് യൂസ് ചെയ്തതിന് ശേഷമാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം ഷോപ്പിങ്ങിന് വേണ്ടി വന്നത് വാൾമാർട്ടിലേക്കാണ്. ബർത്ത്ഡേ ഗിഫ്റ്റായി ഇത്തവണ സൈക്കിൾ കൊടുക്കണം എന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അപ്പോൾ അവൾക്ക് ഏത് സൈക്കിളാണ് ശരിയാവുക എന്നുള്ളതൊക്കെ നോക്കി വെക്കുകയാണ്. പിന്നീട് സർപ്രൈസായിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഉണ്ണിക്ക് അതിന് സൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമാണോ? കാലെത്തുണ്ടോ? ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു അല്ല, പിങ്ക് അല്ലേ കളർ, അതാണ്. കാലെത്തണത് കറക്റ്റ്, കാലെത്തണത് മതി. അല്ലേ അവിടെ ഇടും. പക്ഷെ ഈ റോസൊക്കെ കാലെത്തൂല്ലേ?
സമ്മറിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിൻ്ററിലൊക്കെ അത് വെറുതെ അവിടെ കിടക്കുകയായിരിക്കും. പക്ഷേ മേഴ്ക്കുട്ടിക്ക് ഇപ്പോഴൊക്കെ അല്ലേ ഇത് ഓടിക്കാനൊക്കെ പറ്റൂ. അതുകൊണ്ടാണ് ഞങ്ങളിത് വാങ്ങാമെന്ന് തീരുമാനിച്ചത്. കുറച്ച് വലുത് വാങ്ങിയാൽ മതി, എന്നാലല്ലേ ഉണ്ണിക്ക് അടുത്ത പ്രാവശ്യം ഓടിക്കാൻ പറ്റും. ഇത് ചെറുതാടാ, ഇതിനേക്കാൾ വലുത് വാങ്ങണം. ഇത് 12 ഇഞ്ചാണ് കേട്ടാ. 12 ഇഞ്ച് അവൾക്ക് വളരെ ചെറുതായിരുന്നു. 16 ഇഞ്ച് ആണെങ്കിൽ അവൾക്ക് കൂടുതലുമായിരിക്കും. അപ്പോൾ ഒരു 14 ഇഞ്ച് വാങ്ങാമെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഞങ്ങൾ ഇന്ന് വാങ്ങുന്നില്ല, നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട്. വാങ്ങേണ്ട സൈക്കിളും സൈസൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വാങ്ങിയാൽ മാത്രം മതി. പക്ഷേ ഞങ്ങൾ ബർത്ത്ഡേയുടെ അന്ന് വാങ്ങുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വാങ്ങുള്ളൂ. കാരണം നമ്മൾ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് വഴിയേ പറയാം. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നതും നമ്മുടെ ടെമുവിൽ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. മീക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് ആവശ്യമായ ഡെക്കറേഷൻ്റെ സാധനങ്ങളെല്ലാം ടെമുന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീക്കുട്ടി വരുന്നതിന് മുൻപ് ഞാൻ എല്ലാ സാധനങ്ങളും മാറ്റി വെക്കുകയാണ്. ഡെക്കറേഷൻ്റെ സാധനങ്ങളെല്ലാം അവളെ കാണാതെ കൊണ്ടുവയ്ക്കണം, എല്ലാം സർപ്രൈസ് ആവണം എന്നാണ് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം നമുക്കിവിടെ വയ്ക്കാം. ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ മീക്കുട്ടി എഴുന്നേൽക്കുന്നതിന് മുൻപ് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തൊക്കെ വന്നു എന്നുള്ളത് അല്ലേ? അതൊരു ഡെക്കറേഷൻ സാധനമാണ്. Amma really like this one for my birthday, but Amma like this, but Amma has ഒരു കമ്മല്. So Amma, you like this one? So Amma, but we have this one for Amma, and Amma like this one, and I like this one so much. This is so beautiful, like that. രണ്ട് മുത്തില്ല, അത് പാത്രം കഴുകാനുള്ളതാണ് അല്ലേ? And this is for my Amma ഡിഷ് വാഷ് ചെയ്യാൻ, to clean the dishes. Yes, this is so is that I don't know what is this name. ഇത് ഞാൻ പാത്രമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത തുണിയാണ്. പക്ഷേ ഇത് വളരെ ചെറുതാണ്, ഇത്രേ ഉള്ളൂ. ഒരു പീസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. That's okay, Amma. That's okay. You can use it. Yeah, യൂസ് ചെയ്യാം. We can use it. ഇത് മേൽക്കുട്ടിക്ക് ബാൻഡേജ് വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് എവിടെയെങ്കിലും ഒരു മുറിയായ ബാൻഡേജ് ഇടണം, അതിന് വേണ്ടി ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. കുറച്ച് പൂക്കളൊക്കെ ഉള്ളതാണ്. I have a boo-boo here. I got boo-boo here. ഇത് ഗ്ലൗസ് നമുക്ക് പാത്രമൊക്കെ കഴുകുമ്പോൾ യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. I got boo-boo there today. Then at one, but and I got hurt in my head or anywhere. It's from my belly. ഇത് നമ്മുടെ ചപ്പാത്തി പരത്താനുള്ളത്. ചപ്പാത്തി എന്താ ചപ്പാത്തി. അങ്ങനെ ഇതാ ബർത്ത്ഡേ നൈറ്റ് ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ശിഖയും അനൂപും വിഘ്നേഷും എല്ലാവരും ഇവിടെ ഉണ്ട്. മിഴിക്കുട്ടീനെ നേരത്തെ തന്നെ ഉറക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 5 പേരും കൂടിയാണ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഞങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ബലൂണ് വീർപ്പിക്കലായിരുന്നു. ഞങ്ങൾ 3 പേരും ഇവിടെ ബലൂണ് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഷീൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബലൂണ് വീർപ്പിക്കാനുള്ളത്, അത് മാനുവൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലും ചെയ്യുന്നുണ്ട്, ഞങ്ങളും ഊതി വീർപ്പിക്കുന്നുമുണ്ട്. അതിൻ്റെ കൂടെ എങ്ങനെയൊക്കെയാണ് ബലൂൺ വെച്ച് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ടെമു നിന്ന് ഒരു ആർച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആർച്ചിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്.
എല്ലാവരും മാക്സിമം എനർജി എടുത്തിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ ടി വിയിൽ നോക്കിയാൽ അറിയാം 12:30 ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ചെയ്തപ്പോൾ ടൈം ഒന്നും പോയതേ അറിഞ്ഞില്ല. ഇതാ ഇത്രയും ബലൂണ് ഞങ്ങൾ എല്ലാവരുടെയും കൂടി ഉള്ള പ്രയത്നമാണ്. കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാനഡയിലാണല്ലോ. കഴിഞ്ഞ തവണ അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചത് എല്ലാ ഫ്രണ്ട്സും ചേർന്നിട്ടായിരുന്നു. ഇത്തവണ അവളുടെ ഫ്രണ്ട്സ് ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു സങ്കടം അവൾക്ക് വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ഡെക്കറേഷനൊക്കെ ചെയ്ത് തകർക്കുന്നത്. ഇതാ നമ്മളൊരു ആർച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ബലൂണെല്ലാം നമ്മൾ ആ ആർച്ചിലാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയൊരു പണിയൊന്നല്ല കേട്ടോ. നമുക്ക് ഈ ആർച്ച് വാങ്ങിയാൽ നമുക്കേ സുഖമായിട്ട് ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പുറത്തൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മളിതെല്ലാം പരീക്ഷിക്കുന്നു. ചിലപ്പോൾ നാട്ടിലാണെങ്കിൽ ഞാനൊന്നും ഇത് പരീക്ഷിച്ചിട്ടുണ്ടാവില്ല. സമയം ഇപ്പം തന്നെ ഒരുപാടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും തകർത്ത് പണിയിലാണ് കേട്ടോ. ഇത് ആർച്ച് ഒരുവിധം സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. Now we have to close the gaps. ചെറിയ ബലൂൺ തരോ? ചെറിയ ബലൂൺ, വെരി സ്മോൾ വൺ. അത് മതി, അത് മതി, അത് മതി. വണ്ടിയിലെ ഓട്ടം കൊണ്ട് ഇടിച്ച് വെച്ചത് വാളില്ല വെച്ചിട്ട് അത് ഈ പറക്കം തലികല്ലേ അതിലേക്ക് ആ ബസ്സില്ലേ അതിന്റെ ഓട്ടയില് ഇതൊക്കെ അതാ പറയുന്നത്. തമിഴിലത് എടുത്തായിരുന്നു എല്ലാം. മിഴിക്കുട്ടി ഇപ്രാവശ്യം ആദ്യമേ പറഞ്ഞിരുന്നു അവൾക്ക് യൂണിക്കോൺ തീമാണ് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടാണ് എല്ലാം ഓർഡർ ചെയ്തത്. ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഫോട്ടോയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. അത് വയലറ്റ് ബലൂണിലേക്ക്. ഇനി ഞങ്ങളുടെ അവസാനത്തെ പരിപാടി ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതാണ്. ഇതും മിഴിക്കുട്ടി പറഞ്ഞു വെച്ചിരുന്നതാണ്. അവൾക്ക് കണ്ണ് തുറന്ന് കാണുമ്പോൾ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് കാണണം. അവൾക്ക് എന്നിട്ട് എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അവളുടെ ആഗ്രഹത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോൾ പൊതിയുമ്പോഴും ഓർമ്മ വരിക, പണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകങ്ങൾ പൊതിഞ്ഞിരുന്നതാണ് കേട്ടോ. സ്കൂൾ തുറങ്ങുന്നതിൻ്റെ തലേ ദിവസം നമ്മളെല്ലാവരും പുതിയ പുസ്തകങ്ങളൊക്കെ പൊതിയില്ലേ. അങ്ങനെ ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. നാളെ എഴുന്നേൽക്കുമ്പോൾ മിഴിക്കുട്ടി നല്ല ഹാപ്പി ആവുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും സന്തോഷമായത് എന്ന് പറയുന്നത് ഇവരെല്ലാവരും എത്തി എന്നുള്ളതാണ്. ശിഖയും അനൂപും വിഘ്നേഷും എല്ലാം ദൂരത്തു നിന്ന് തന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി എത്തിയിട്ടുള്ളത്. അതാണ് ഏറ്റവും ഹാപ്പി ആയത്. അടുത്ത വീഡിയോ മിഴിക്കുട്ടിയുടെ 5th ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.